ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. ഇവിടെ ഇന്ന് നല്ല മഴയാട്ടോ. നോക്കി നിന്ന് സമയം പോയത് അറിഞ്ഞില്ല. സമയം 6 മണി ആയിട്ടുണ്ട്. നമുക്ക് ദീപം വെക്കാൻ പോവാം. ദീപം വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മക്കളെ പഠിപ്പിക്കണം. അത് കഴിഞ്ഞ് ഫുഡ് ഉണ്ടാക്കണം. നമുക്ക് ദീപം വെക്കാൻ പോവാം. മക്കളെ പഠിക്കാനിരിക്കുന്നുണ്ട്. അവര് പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നൈറ്റിലേക്കുള്ള ഫുഡ് ഉണ്ടാക്കാൻ. ഞാനിങ്ങനെ പറയുന്നത് മോള് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. മോള് കുളി കഴിഞ്ഞിട്ട് ഒരു ക്യാപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് മീഷോന്ന് മേടിച്ചാണ്. മൈക്രോ ഫൈബറിന്റെ ഒരു ക്ലോത്ത് ആണത്. അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. ആ ക്ലോത്ത് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക, ഇങ്ങനെ തൊപ്പി പോലെ ഉണ്ടാവും. അത് നമുക്ക് അത് ഇട്ട് കൊടുത്താൽ കുറേ സമയം കഴിയുമ്പോൾ വെള്ളമൊക്കെ നന്നായി വലിയും കേട്ടോ. മീഷോന്ന് മേടിച്ചാണ്. 200 സംതിങ് എന്തോ ആണ് അതിന്റെ റേറ്റ് വരുന്നത്. മക്കളെ പഠിച്ചെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം മക്കൾക്ക് ഇന്ന് മക്രോണി വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ മക്രോണി ഉണ്ടാക്കാൻ നോക്കുകയാണ്. വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം മതി കേട്ടോ. അതിലേക്ക് 1.5 കപ്പ് മാക്രോണി ഇട്ട് കൊടുക്കാം. അത് വേകാനായിട്ട് അതിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അത് വേകട്ടെ, അവിടെ ഇരുന്ന് വേകട്ടെ. നമുക്ക് ഇത് വേകുമ്പോഴേക്കും ഇതിലേക്കുള്ള ഉള്ളിയെല്ലാം വഴറ്റി വെക്കാം. ഇത് നല്ല ടേസ്റ്റ് ആട്ടോ. വൈറ്റ് സോസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ചെയ്യുമ്പോൾ എനിക്ക് ആദ്യം മക്രോണി ഇഷ്ടമേ ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോ ഇത് കഴിച്ച ശേഷം ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് ഇങ്ങനെ. അപ്പൊ ഇത് ഈ അടുപ്പിലിരുന്ന് തിളച്ചോട്ടെ, നന്നായി വേകട്ടെ. നമുക്ക് ഉള്ളിയെല്ലാം വഴറ്റിയെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. നമുക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം, സൺഫ്ലവർ ഓയില്. അത് ചൂടായി വരുമ്പോൾ നമുക്ക് ഒരു സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളി, ഇട്ടിട്ട് നന്നായി വഴറ്റാം കേട്ടോ. ട്രാൻസ്പാരന്റ് ആവുന്ന വരെ വഴറ്റാം. ഇത് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ഞാൻ റെഡും ഗ്രീനും ആണ് ഇട്ട് കൊടുക്കുന്നത്. സ്വീറ്റ് കോണും ഇട്ട് കൊടുക്കാം കേട്ടോ. സ്വീറ്റ് കോണും ഒക്കെ ഇട്ട് കൊടുക്കാം. ഇപ്പൊ എന്റെ കയ്യിൽ സ്വീറ്റ് കോൺ ഇല്ലാത്തതുകൊണ്ട് ഞാൻ റെഡ് ഗ്രീനും ക്യാപ്സിക്കം. ഒരു മിനിറ്റ് സോട്ട് ചെയ്തതിന് ശേഷം, വഴറ്റിയതിന് ശേഷം ഇതിനാവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. മക്കൾക്ക് എരിവ് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ കുറച്ച് ചേർക്കുന്നത്. എരിവ് ആവശ്യത്തിന് ചേർത്താൽ മതി. ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. അതും കുറച്ച് ചേർത്തിട്ടുള്ളൂ. മക്കൾക്ക് എരിവ് പറ്റില്ല, അതുകൊണ്ടാണ്. കുറച്ച് മിക്സഡ് ഹെർബ്സ്, ഇതൊക്കെ സൂപ്പർ മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടും കേട്ടോ. മിക്സഡ് ഹെർബ്സ് എന്ന് പറഞ്ഞിട്ട് തന്നെ അതും കുറച്ചിട്ട് കൊടുക്കാം. നല്ല ഫ്ലേവർ കിട്ടാനാണ്. ഇതില്ലാതെയും ഞാൻ മറ്റേ ഇതും കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഗരം മസാല ഒക്കെ ഇട്ടിട്ട് അതും നല്ല ടേസ്റ്റാണ്, കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ വഴറ്റി കൊടുത്തിട്ട് നമുക്ക് മക്രോണി ഇടാം. മക്രോണി ഇട്ടിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് ഒന്നുകൂടെ നന്നായി ഇളക്കി കൊടുക്കാം. ഇവിടെ കാത്തിരിക്കുക കേട്ടോ, മക്രോണി ആവുന്നുണ്ടോ എന്ന് നോക്കിയിട്ട്. നോക്കിക്കേ, ഇവിടെ കാത്തിരിക്കുക മക്രോണി വേണമെന്ന് പറഞ്ഞിട്ട്. നമുക്ക് ഇളക്കി കൊടുക്കാം. നമുക്കിനി വൈറ്റ് സോസ് തയ്യാറാക്കണം. അതും കൂടെ വരുമ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അത് റിച്ച് ആയിട്ട് ചീസൊക്കെ ഇട്ട് നല്ല റിച്ച് ആയിട്ടുള്ളതാണ് വൈറ്റ് സോസ്. നമുക്ക് ഇത് മാറ്റിയിട്ട് വൈറ്റ് സോസ് ഉണ്ടാക്കാൻ തുടങ്ങാം. വൈറ്റ് സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ബട്ടർ ഇടാം. 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ടിട്ട് അത് മെൽറ്റ് ആവുമ്പോൾ നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി ഇളക്കട്ടെ. നമ്മൾ ഒരു പാക്കറ്റ് പാലെടുക്കാം. നന്നായി ആയി വരട്ടെ. അപ്പോൾ 2 കപ്പ് പാലൊഴി 1.5 കപ്പ് കേട്ടോ, 2 കപ്പല്ല, 1.5 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. ഇത് തിളക്കട്ടെ. തിളച്ച് ഇങ്ങനെ കുറുകി വരട്ടെ.
ഇളക്കണം കേട്ടോ, അതിങ്ങനെ കട്ട കിട്ടിയിട്ടുണ്ട്. കൈയെടുക്കാതെ ഇളക്കണേ, കൈയെടുക്കാതെ ഇളക്കുമ്പോഴാണ് ഇത് കട്ട കെട്ടാതെ വരുള്ളൂ. നല്ലോണം 2 ചീസ് എടുക്കുമ്പോനെ 2 ഇട്ടാൽ മതി. 2 ചീസ് ഇട്ട് കൊടുക്കാം, 2 ഷീറ്റ് ചീസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ചീസ് അലിയട്ടെ, അവിടെ ബഹളം വെച്ച് തുടങ്ങിയിട്ടതിന് വേണ്ടിയിട്ട് ചീസ് അലിയട്ടെ. ഇത് അലിഞ്ഞു വരുന്നേ ഉള്ളൂ. ഇത് ഭയങ്കര തിക്കായിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 സ്പൂണ് പാൽ ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പൊ ഇതെല്ലാം തിക്നെസ് കുറയും. വേണമെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടി, ഞാൻ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ, 1/2 സ്പൂണൊക്കെ ചേർക്കേണ്ടതാണ്. പക്ഷെ മോൾക്ക് തീരെ ഇഷ്ടമല്ല എരിവ്, അതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. കുറച്ച് ചില്ലി ഫ്ലേക്സ്, ഇതും കുറച്ച് ചേർക്കുന്നുള്ളൂ, അവൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവൾ കഴിക്കൂല. പിന്നെ എന്താടാ തുള്ളിച്ചാടുന്നേ അമ്മ. അപ്പോൾ ചീസൊക്കെ മെൽറ്റായി, വൈറ്റ് സോസ് അതിൻ്റെ കൺസിസ്റ്റൻസി ആയി വന്നിട്ടുണ്ട്. നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന മക്രോണി അതിലേക്ക് ഇടാം. അതിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.